മർക്കസ് കടന്നുപോയ 30 വർഷങ്ങളുടെ ഒളിമങ്ങാത്ത ഓർമ്മപ്പെടുത്തലുകളുമായി ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രസംഗം സദസ്യരിൽ ആകാംക്ഷയുളവാക്കി. മർക്കസ് സഖാഫത്ത് സുന്നിയ്യ ഇത് 1978 സ്ഥാപിച്ചപ്പോൾ അല്ലാമുൽ ഗുയൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാർക്കും ഇതിനെ സംബന്ധിച്ച് ഒരു അറിവുമില്ല. അല്ലാഹുവിൻ്റെ തഖ്ദീർ, അല്ലാഹുവിൻ്റെ ഖലാ, ആ ഖലാ കൊണ്ട് നമ്മളിവിടെ തുടങ്ങി ഏതാനും യതീം മക്കളെ കൊണ്ട് ആരംഭിച്ചു. പിന്നെ അല്ലാഹു തആല ഇങ്ങനെ വളർത്തി 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 തരിക. വലിയ കറാമത്തുള്ള സ്ഥാപനമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ഥാപനത്തോട് കളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിട്ടുള്ള അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. നമ്മളത് അഹങ്കരിക്കരുത്. നാം ഒരിക്കലും കിബ്ർ നടിക്കരുത്. മൻ തകബ്ബറ വളഅഹുല്ലാഹ് മൻ തവാളഅ റഫഅഹുല്ലാഹ്. കിബ്ർ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളയും. തവാളു ഉണ്ടെങ്കിൽ മൻ തവാളഅ റഫഅഹുല്ലാഹ്, തവാളു ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഉയർത്തും. അതുകൊണ്ട് നാം അല്ലാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ വഅദിന് വന്നപ്പോൾ പറയുകയുണ്ടായി, ഈ താമരത്തിന് വേണ്ടി കോഴിക്കോട്ട് നാം എടുത്തിട്ടുള്ള കോംപ്ലക്സ് മാവൂർ റോട്ടിൽ, അന്ന് അവിടെ ഒരു ബിൽഡിങ്ങുമില്ല, ഒരു കെട്ടിടവുമില്ല. പ്രധാനപ്പെട്ട വെറും ചളി കൊണ്ട് പോത്തുകളും എരുമകളും ഇറങ്ങി നീന്തിക്കളിക്കുന്ന ചളിക്കൊണ്ട് ആ സ്ഥലം ഞങ്ങൾ വിലക്ക് വാങ്ങി, എഗ്രിമെന്റ് എഴുതി. ആദ്യം 1000 ഉറുപ്പിക എടുത്തു കൊടുത്ത് കച്ചവടം മുറച്ചു. അതിനുശേഷം 2 ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെന്റ് എഴുതി. 60 ലക്ഷം ഉറുപ്പിക കൊടുക്കണം. 3 മാസത്തിൽ 25 ലക്ഷം. അടുത്ത 3 മാസത്തിൽ ബാക്കിയുള്ള സംഖ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കഴിവുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോയി എല്ലാ പരിശ്രമങ്ങളും ചെയ്തു, പലരെയും കണ്ടു, ഒരു കാശ് പോലും കിട്ടുന്നില്ല. ആ ഒന്നാമത്തെ ഗഡു 25 ലക്ഷം കൊടുക്കാനായിരിക്കുന്നു. റഹ്മുറാഹിമായ അല്ലാഹുവിൻ്റെ ഖജാനയല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം 4444 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില എന്ന സ്വലാത്ത് ചൊല്ലി. പിറ്റേ ദിവസം ഒരു പള്ളിയിലേക്ക് പോയി ഇശാ നിസ്കരിക്കാൻ പോയപ്പോൾ ഒരു 10-25 ആളുണ്ട് അവിടെ, അറബികൾ നിസ്കരിക്കുന്നു. ഇശാ നിസ്കരിച്ച് ഖത്തീബിനോട് ഞാൻ ചോദിച്ചു, 5 മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. എനിക്ക് സമ്മതം തന്നു. 5-10 മിനിറ്റ് അറബിയിൽ ഞാൻ പ്രസംഗിച്ചു. സംഭാവനയൊന്നും ചോദിച്ചില്ല. കേരളത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. എല്ലാവരും പോയി. ഒരു വ്യക്തി മാത്രം അവിടെ ഇശാഇൻ്റെ സുന്നത്തും 11 റക്അത്ത് വിത്റും നിസ്കരിക്കുന്നു. അദ്ദേഹവും കൂടി പോകുന്നത് വരെ ഞാനും എൻ്റെ കൂടെയുണ്ടായിരുന്ന ജപ്പാൻ മൗലാനയും തിരുവള്ളൂരിലെ മഹമ്മൂദ് മൗലവിയും 3 പേർ കാത്തിരുന്നു. ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉടനെ ഞങ്ങളെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയുകയാണ്, വിവരങ്ങളെല്ലാം ചോദിച്ചു. എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം വരണം, ഒരു ബുധനാഴ്ച വരണമെന്ന്. പക്ഷെ ഒറ്റക്ക് വരണം, വേറെ ആരും പാടില്ല. എന്നാലും ഞാൻ ഈ 2 പേരെയും കൂട്ടി പോയി അവരെ പള്ളിയിലിരുത്തി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒറ്റക്ക് പോയി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, താക്കോലെടുത്ത് പൂട്ടി ഉള്ളിൽ നിന്ന് എനിക്കല്പം പേടിയുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്ത് ഞാൻ അവിടെ ഇരുന്നു.
എന്നോട് ചോദിച്ചു, വിവരങ്ങളെല്ലാം വീണ്ടും ചോദിച്ചു. അവസാനത്തെ ഒറ്റ ചോദ്യം, ഇത്രയും വലിയ ഭീമമായ സംഖ്യ 60 ലക്ഷം എന്ന് പറയുന്നത് 20 കൊല്ലം മുമ്പുള്ളതാണ്, 25 കൊല്ലം മുമ്പുള്ളതാണ്. അന്ന് 60 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 60 കോടിയാ. അദ്ദേഹം ചോദിക്കുന്നു, ആരെ കണ്ടിട്ടാണ് ഇത്രയും വലിയ ഭീമമായ സംഖ്യ ചോദിച്ച് കൊടുക്കാൻ നീ സമ്മതിച്ചത്? ഞാൻ പറഞ്ഞു, മുതവക്കിലൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്തു, മുഅ്തസിമൻ ബില്ലാഹ്, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്തു, അല്ലാഹുവിനെ മുഅ്തസിമായി, അല്ലാഹുവിനെ മുറുകെ പിടിച്ച് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കും പറയാതെ അകത്തേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ നല്ല മിന്നുന്ന ഒരു ബ്രീഫ് കേസ് എടുത്ത് കൊണ്ടുവന്ന് ആ പെട്ടി ഇങ്ങോട്ട് തുറന്ന് എണ്ണെന്ന് പറഞ്ഞു. അപ്പോ 2 ലക്ഷം അമേരിക്കൻ ഡോളർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് എന്നോട് പറയുന്നു, ഇത് നീ ആദ്യ ഗഡു കൊടുക്കാനുള്ള 25 ലക്ഷം ഉറുപ്പികൾക്ക് സമമാണ്. നീ ആരോടും പറയരുത്, എൻ്റെ പേര് ഒറ്റക്കുട്ടിയോടും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഒരാളോട് പറയാൻ സമ്മതം തരണം, ബാങ്കിൽ കൊണ്ടുപോയി ഇത് മാറ്റണമല്ലോ, അതിനൊരാൾ സഹായം വേണം, ഞാൻ നാട്ടുകാരനല്ല, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് സമ്മതം തന്നു. പിന്നെ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, അയാളോട് കൂടി ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ആളോട് പറയാൻ പാടില്ല. കാറിൽ വെച്ച് എന്നെ കൊണ്ടുപോയി ഇറക്കി തന്നു. മാന്യ മോമിനിങ്ങളെ, അടുത്ത അദ്ദേഹം പറയുന്നു, ബാക്കി സംഖ്യയും ഞാൻ തന്നെ തരും. ഞാനിവിടെ മർക്കസിന്റെ കറാമത്ത് പറയുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് മർക്കസിന്റെ കറാമത്തല്ലേ, നമ്മുടെ സാദാത്തുക്കളുടെയും നമ്മുടെ സാലിഹീങ്ങളുടെയും ദുആന്റെ ബർക്കത്തല്ലേ. അതുകൊണ്ട് തന്നെ പടച്ചറബിന്റെ തൗഫീഖ് കൊണ്ട് ഈ സ്ഥാപനത്തിൽ എത്രയോ ആലിമീങ്ങൾ വന്നു. മക്കയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി ഖദ്ദസല്ലാഹു സിർറഹു, അശ്ശൈഖ് ഇസ്മായിൽ സൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അശ്ശൈഖ് മുഹമ്മദ് അലവി അൽ മാലിക്കി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി തുടങ്ങിയ മഹാന്മാർ എല്ലാം സാറു കുല്ലുഹും ഹുനാ. അത് മിൻ ബർക്കത്തില്ല. അതുപോലെ കേരളത്തിലും പുറത്തുമുള്ള എത്രയോ ഔലിയാക്കൾ, എത്രയോ സയ്യിദുമാർ, അഹ്ലു ബൈത്ത് ഇവിടെ സന്ദർശിച്ചു, അവർ ദുആ ചെയ്തു. അന്നൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു സിയം വലിയുള്ളാഹി ഓരോ സമയത്തും എന്നോട് പറയും, മർക്കസിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നാം കാശ് കൊടുത്ത് വാങ്ങേണ്ടുന്ന സ്ഥലങ്ങൾ, ഇന്ന സ്ഥലം വാങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ വേണ്ട, വേറെ ഒന്ന് വാങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വാങ്ങിക്കോ, വേറെ ഒന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലത്ത് അവിടുത്തെ നിർദ്ദേശം, അതുപോലെ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മഹാനവറുകളുടെ നിർദ്ദേശം, ആപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ നിർദ്ദേശം, അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങളുടെ ഏറ്റവും ശക്തമായ നേതൃത്വം, ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ നേതൃത്വം, സഹോദരന്മാരെ, അങ്ങനെ ബഹുമാനപ്പെട്ട OK ഉസ്താദ് കൊണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തുടങ്ങിയ നമ്മുടെ പ്രിയങ്കരായ ആളുകൾ, അവരൊക്കെ സഹായിച്ച് സഹകരിച്ച് ദുആ ചെയ്ത് അങ്ങനെ ഈ സ്ഥാപനത്തെ അല്ലാഹു തആല വളർത്തിയതാണ്.